ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലിൽ നിന്നൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസ്? നബി തങ്ങൾ പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന. സലാസു ദഅവാത്തിൻ, 3 പ്രാർത്ഥനകൾ, മുസ്തജാബാത്തുൻ, അത് ഉത്തരം ലഭിക്കുന്നവയാണ്. അത് ഉത്തരം കിട്ടാതിരിക്കുകയില്ല 3 പ്രാർത്ഥനകൾക്ക്. അത് ആരുടെ പ്രാർത്ഥനകളാണ്? ഒന്ന്, ദഅവത്തുൽ വാലിദി, മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പ്രാർത്ഥന, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. അതൊരിക്കലും തട്ടിക്കളയുകയില്ല. രണ്ടാമത്തത് ആരാണ്? ആരുടെ പ്രാർത്ഥനയാണ്? വ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന, യാത്രക്ക് പോകുന്ന ആളുടെ പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ ഹജ്ജിന് ഉംറക്ക് പോകുന്ന ആളുകളോട്, അതുപോലെ തന്നെ മറ്റുള്ള നല്ല സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ പോകുന്ന ആളുകളോട് നമ്മൾ ദുആ കൊണ്ട് ആവശ്യപ്പെടാറുണ്ട്. അത് സുന്നത്ത് കൂടിയാണ്. വ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന, അത് അള്ളാഹു തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തെ പ്രാർത്ഥനയാണത്. മൂന്നാമത്തത് ഏതാണ്? വ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നമ്മൾ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആള് എങ്ങനത്തെ ആളായാലും ശരി, അള്ളാഹു തആല അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്. അപ്പൊ ഈ 3 പ്രാർത്ഥനകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് കൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. മോശമായിരിക്കുന്ന ഒരു വാക്കുപയോഗിച്ചുകൊണ്ടോ കേടായിക്കൊണ്ടോ ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതുപോലെ തന്നെ അത് സ്വീകരിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങളാകും, പ്രയാസത്തിലാകും, ബുദ്ധിമുട്ടിലാകും. അത് നമ്മൾ തന്നെ കാണുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.